അലർജിയുമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്നാൽ അത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ഈ ഒരു കണ്ണ് ചൊറിച്ചിൽ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് ഈ ചൂടുള്ള സമയത്ത്. കാരണം അവർ കൂടുതലായിട്ട് കളിക്കുന്ന സമയത്ത് പൊടിയൊക്കെ കൂടുതലായിട്ട് കണ്ണിൽ പോകാനും നന്നായിട്ട് ചൊറിച്ചിലുണ്ടായിട്ട് കണ്ണ് വളരെയധികം റെഡ് ആവാനും അതുപോലെ തന്നെ ഡ്രൈനസ് ഉണ്ടാവാനും കാരണമാവാറുണ്ട്. ഇത് നമ്മൾ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്നാണ് പറയാ. ഇങ്ങനെ എപ്പോഴും റബ്ബ് ചെയ്യുമ്പോൾ കുട്ടികളെ കണ്ണിനെ തന്നെ അത് കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. ചില ആളുകൾക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടായിട്ട് ഈ ഡാൻഡ്രഫ് കണ്ണിനെ ബാധിച്ചിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആദ്യത്തേത്, ക്ലീൻ വാട്ടർ ഉപയോഗിച്ച് കണ്ണ് നന്നായിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസ് ധരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ 2 വീലർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഡസ്റ്റ് നിങ്ങളെ കണ്ണിൽ വരുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികൾ കൂടുതലായിട്ട് പുറത്ത് കളിക്കാറുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ അവരുടെ പ്ലേയിങ് അവേഴ്സ്, കളിക്കുന്ന സമയം മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കി സമയത്തൊക്കെ വീട്ടിനകത്ത് കളിക്കാൻ ശ്രമിക്കുക. പുറത്ത് കളിക്കുന്ന സമയത്ത് ഈ പൊടിപടലങ്ങളൊക്കെ കളിക്കുന്ന സമയത്തിന്റെ ആ ഒരു ഡ്യൂറേഷൻ ഈ ഒരു സമയത്ത് മാത്രം നിങ്ങൾ കട്ട് ഷോർട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ണിന്റെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു ചൂടുള്ള സമയത്ത് നിങ്ങൾക്കും ഈ ഐ അലർജി ഉണ്ടോ എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.